നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇത് എൻ്റെ 221 എപ്പിസോഡാണ്. 221. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വലിയ നീളമുള്ള ഒരു വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആണ്. അത് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദി പ്രൈം ഡ്യൂട്ടീസ് ഓഫ് എ ഫാദർ ടു ഹിസ് ഡാട്ടർ. അതായത് ഒരു അച്ഛന് ഒരു മകളോടുള്ള ധർമ്മം, പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിക്കുക. അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇനിയും ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാം. ഇപ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് മനഃശാസ്ത്രപരമായിട്ടുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. അതായത് മനഃശാസ്ത്രപരമായിട്ട് പറയുന്നത് ഒരു അച്ഛൻ മകൾക്ക് വേണ്ടി ചെയ്യേണ്ട ധർമ്മങ്ങൾ 3 എണ്ണമാണ് പ്രധാനപ്പെട്ടത്. ഒന്നാമത്തത്, മകൾക്ക് ഒരു രക്ഷകൻ എന്നുള്ള മട്ടിലാണ് അച്ഛൻ ആദ്യത്തെ റോൾ. അതാണ് മകൾക്ക് വേണ്ടി ഒരു രക്ഷകനായിട്ട് നിൽക്കണം. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു വിദ്യാഭ്യാസം വരെയോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇപ്പോഴത്തെ കാലത്ത് അതുപോലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വിവാഹം വരെ, പിന്നെ ജോലി കിട്ടി വിവാഹം കഴിക്കുന്നത്, ജോലി കിട്ടിയതിന് ശേഷം വിവാഹം കഴിക്കാവുന്ന എൻ്റെ അഭിപ്രായം. അപ്പം വിദ്യാഭ്യാസം കഴിഞ്ഞ് വിവാഹം വരെ, അതായത് പിന്നെ ഒരച്ഛൻ മകൾക്ക് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും കൊടുക്കണമെന്നുള്ളതാണ് മനഃശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അമ്മയ്ക്കുണ്ട് റോള്, അത് ഞാൻ പിന്നെ പുറകെ പറയാം. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴും അവളുടെ കൂട്ടുകാരെയും അവളുടെ അടുത്ത അയൽപ്പക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളും അയൽപ്പക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം ഒരച്ഛൻ. അത് പരിശോധിച്ചതിന് ശേഷം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യേണ്ടത് അച്ഛൻ്റെ കടമയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് വേറെ ഒരുപാട് കടമകളുണ്ടല്ലോ, അതെല്ലാം കൂടെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അച്ഛൻ്റെ കടമകളെയും പ്രത്യേകം പറയുന്നത്. രണ്ടാമതായിട്ട്, ഒരു അച്ഛൻ മകൾക്ക് വേണ്ടി എല്ലാ സാമ്പത്തിക സുരക്ഷിതത്വവും നൽകാൻ പ്രതിജ്ഞാബദ്ധനാണ്. അതായത് കിട്ടുന്ന കാശെല്ലാം സ്വന്തം സുഖത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ മദ്യപാനത്തിനോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനോ ഒക്കെ, അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ലഹരി ഉപയോഗവും പാടില്ല. കിട്ടുന്ന കാശെല്ലാം വളരെ സൂക്ഷിച്ച് അത് മകൾക്ക് ഒരു മകളോ അല്ലെങ്കിൽ 2 മകളോ എത്ര ആയിക്കോട്ടെ, ആ കുടുംബത്തിന്, ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി സൂക്ഷിച്ചു വെച്ച് നല്ല സാമ്പത്തിക സുരക്ഷിതത്വം കൊടുക്കണമെന്നാണ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഒരു അച്ഛൻ എന്ന് പറയുന്നൊരു മകൾക്ക് റോൾ മോഡലായിരിക്കണം. അച്ഛൻ എല്ലാ കാര്യത്തിനും ഒരു റോൾ മോഡലാണെങ്കിൽ മകൾക്ക് പിന്നെ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല. അച്ഛൻ്റെ ആ പ്രവൃത്തിയും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ റോൾ മോഡലായിട്ട് എടുക്കാം. പിന്നെ മൂന്നാമതായിട്ട് വേണ്ടത്, ആത്മനിയന്ത്രണം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു അച്ഛൻ മുന്നിട്ട് നിൽക്കണം. കാരണം ഓരോ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ അച്ഛനാണല്ലോ കൂടുതൽ ജീവിതത്തിൽ പിന്നെ മകളേക്കാൾ കൂടുതൽ നേരിട്ടിട്ടുള്ളത്. അപ്പോൾ ആ മകൾക്ക് വേണ്ട എല്ലാ ഒരു മുൻകരുതൽ, അതായത് മുൻകരുതൽ മാത്രമല്ല, നിർദ്ദേശങ്ങളും മകൾക്ക് കൊടുക്കേണ്ടത് അച്ഛൻ തന്നെയാണ്. ഓരോരോ സാമ്പത്തിക കാര്യങ്ങളിലായാലും പിന്നെ സാമൂഹ്യമായിട്ടുള്ള പ്രവൃത്തികളിലായാലും വെളിയിലുള്ള പിന്നെ ജീവിതത്തിനെ പറ്റിയുള്ളതിലും കൂടുതൽ പരിചയമുള്ളത് അച്ഛനായതുകൊണ്ട്. അമ്മയ്ക്ക് ജോലിയുള്ളതും പരിചയമൊക്കെ ഉള്ളതാണെങ്കിൽ അമ്മയ്ക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അച്ഛൻ്റെ പ്രത്യേകം പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. പിന്നെ എത്ര വലിയ സമ്മർദ്ദങ്ങളിലും ഏത് പരിസ്ഥിതിയിലും മനോനിയന്ത്രണം കൈവിടാതെ മുന്നോട്ട് പോകാനായിട്ട് മകൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കേണ്ടത് അച്ഛൻ്റെ ആദ്യത്തെ 3 കടമകൾ, 3ാമത്തെ കടമയാണ്. പിന്നെ ഒരമ്മയ്ക്ക് പരിശീലിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ വരും. ചിലപ്പം ഈ പുരുഷന്മാരുമായിട്ട് കൂടുതൽ ഇടപെടുകയൊക്കെ ചെയ്യുമ്പം അമ്മയ്ക്ക് ചിലപ്പോൾ അച്ഛൻ്റെ അത്രയും ഒരു പ്രായോഗിക പരിജ്ഞാനം കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛൻ വേണം അതെല്ലാം പറഞ്ഞു കൊടുത്ത് അതിൻ്റെ നല്ലതും ചീത്തയെല്ലാം മകൾക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തിട്ട് വേണം, മകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളെ ജീവിതത്തിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളിലും രക്ഷപ്പെടാനും ഒക്കെ ഉള്ള ഉപദേശങ്ങൾ കൊടുക്കേണ്ടത് അച്ഛൻ്റെ 3ാമത്തെ പ്രധാന കടമയായിട്ടാണ് മനഃശാസ്ത്രം പറയുന്നത്. പിന്നെ അച്ഛൻ്റെ സപ്പോർട്ട് കൊണ്ട് കുട്ടിയെ ഭാവിയിൽ ധീരതയോടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും നേരിടാൻ ഒരു അച്ഛൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ, അമ്മയുടെ സപ്പോർട്ടും വേണം, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും അച്ഛൻ്റെ സപ്പോർട്ട് കൂടി കൂടുതൽ ഒരു പെൺകുട്ടിക്ക് ഒരു അച്ഛൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ധീരതയോടെ നേരിടാൻ സാധിക്കുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഇനി ഭഗവത്ഗീത എന്താ പറയുന്നതെന്ന് നോക്കാം. ഭഗവത്ഗീത ഭഗവാൻ പറയുന്നത്, ഒരച്ഛൻ എപ്പോഴും മകളുടെ
ഉത്തമനായ സുഹൃത്തും അതുപോലെ വഴികാട്ടിയുമായിരിക്കണമെന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, മകളുടെ ആത്മീയ ഉന്നമനത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള എല്ലാ ഉപദേശവും, മറ്റുള്ളവരെ സഹായിക്കാൻ വേണമല്ലോ, അങ്ങനെയുള്ള സ്വന്തം ആത്മീയ ഉന്നമനത്തിനും മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടിയുള്ള എല്ലാ ഉപദേശങ്ങളും നൽകേണ്ടത് അച്ഛൻ്റെ ഒരു കടമയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ. ഇനി മാത്രമല്ല, വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ ബുദ്ധിശക്തി പ്രയോഗിക്കാനുള്ള കഴിയുന്നത്ര നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട രീതികളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു അച്ഛൻ തന്നെ വേണം മകൾക്ക് പറഞ്ഞു കൊടുക്കാനെന്ന് പറയുന്നത്. അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ, എന്നാലും അച്ഛനും ഒരു പ്രധാന കടമ തന്നെ ഉണ്ട് അച്ഛന്. പിന്നെ അതുപോലെ തന്നെ പ്രായോഗിക ജീവിതത്തിൽ മുൻകൂട്ടി എടുക്കേണ്ട മുൻകരുതലുകളെ പറ്റി പ്രായോഗിക ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വെളിയിലുള്ള കാര്യങ്ങളും ഒക്കെ കൂടുതലും അച്ഛനെ പരിചയം കൂടുതലുള്ളത് കൊണ്ട് അച്ഛൻ വേണം മുന്നിട്ട് നിൽക്കാൻ. അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാം, എന്നാലും അച്ഛൻ വേണം മുന്നിട്ട് നിന്ന് എല്ലാ പ്രായോഗിക ജീവിതത്തിൽ മുൻകെടുക്കേണ്ട മുൻകരുതലുകൾ മകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി ഏറ്റവും വലിയ ഉത്തരവാദിത്വമായിട്ട് പറയുന്നത് നല്ലവനും സൽസ്വഭാവിയും സാമൂഹ്യമായിട്ട് നല്ല അന്തസ്സുള്ളവനുമായിട്ടുള്ള ഒരു വരൻ്റെ കയ്യിൽ മകളെ വിവാഹം കഴിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അമ്മയോടൊപ്പം തന്നെ അച്ഛനുമുണ്ട്. അത് അച്ഛനാണ് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി മരുമകനെ പറ്റിയൊക്കെ അന്വേഷിച്ച് നല്ല സ്വഭാവമുള്ളതാണോ സൽസ്വഭാവിയാണോ എന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെയുള്ളൊരു മരുമകൻ്റെ കയ്യിൽ മകളെ കൊടുക്കുന്നതോടുകൂടിയാണ് അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ കഴിയുന്നതെന്നാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന മകൾ എന്ന് പറയുന്ന ഒരു വീടിൻ്റെ വിളക്ക് തന്നെയാണ് ഇല്ലേ. അച്ഛനും അമ്മയും ഉള്ളൊരു കുടുംബത്തിൽ ഒരു മകളുണ്ടെങ്കിൽ ആ വീട്ടിലൊരു വലിയൊരു ഐശ്വര്യം തന്നെ. മകനേക്കാൾ കൂടുതൽ മകൾക്കാണ് അവിടെ ആ വീടിൻ്റെ വിളക്കെന്നുള്ളൊരു വിശേഷണം കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാ ഹിന്ദുത്വ തത്വശാസ്ത്രങ്ങളും അത് തന്നെയാണ് പറയുന്നത്. അതിന് പകരമായിട്ട് മകളെന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മകൾ അച്ഛനെയും അമ്മയും ബഹുമാനിക്കണം എന്നുള്ളത് മാത്രമേ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. മകൾക്ക് അച്ഛനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള ഒറ്റ കടമയുള്ളൂ, ബാക്കിയെല്ലാം അവർ പറഞ്ഞു തരുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. നന്ദി, നമസ്കാരം.